നിനക്കെന്താ അന്തല്ലേ ഇത്തരത്തിലുള്ള വലിയ സോഷ്യൽ സാമൂഹിക പ്രശ്നങ്ങളിൽ പോയി ഇടപെടാൻ? വിശ്വസിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. ഞാൻ എന്താന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾക്കൊക്കെ എപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ പക്വത വെച്ചത്? പക്വത വെക്കാൻ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? നമ്മളെ കൂടെ നടക്കുന്ന ആളുകൾ നമ്മളെ സുഹൃത്തുക്കളാണോ എന്നറിയാനുള്ള കഴിവ്, നമ്മളെ ജീവിതത്തിന്റെ ചാവി അല്ലെങ്കിൽ താക്കോല് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കണോ എന്നുള്ള അറിവ്, ആർക്ക് പ്രയോറിറ്റി കൊടുക്കണം, കൂട്ടുകാർക്കാണോ കുടുംബത്തിനാണോ എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള അറിവ്, ഇതൊക്കെയല്ലേ ഒരാള് പക്വത എത്തുക എന്ന് പറയാം. എന്നാ എനിക്ക് പക്വത എത്തുക 40 വയസ്സിലാണ്. കഴിഞ്ഞ 1.5 വർഷം മുമ്പ് കൂടെപ്പിറപ്പുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കിയ ആളുകൾ പിന്നാലെ നടന്ന് ശത്രുക്കളെ പോലെ സ്വന്തം ജീവിതം തകർക്കാൻ വേണ്ടി വന്നപ്പോ ഞാൻ പോയത് ഒരു റോളർ കോസ്റ്ററിലൂടെ തന്നെയായിരുന്നു. അവര് എന്റെ കൈയും കാലും തല്ലി ഓടിച്ചിട്ട് എന്നെ ഒരു സ്ഥലത്ത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമിച്ചിരുന്നു. ഇത് എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തെറ്റാണ് അവരുടെ ലൈഫിൽ എന്നോട് ചെയ്തത്. നേരെ മറിച്ച് ഇന്ന് എനിക്ക് അവരോട് നന്ദി മാത്രമേ ഉള്ളൂ കേട്ടോ. വർഷങ്ങളായിട്ട് ഞാൻ ഉണ്ടായിട്ടുള്ള ഒരു ടോക്സിക് സർക്കിളിൽ നിന്ന് എന്നെ ഇറക്കിയത് ഞാനായിട്ട് ഇറങ്ങിയതല്ല, ദൈവം എന്നെ അതിൽ നിന്ന് ഇറക്കിയതാണ്. ജീവിതം കൈവിട്ട് പോകുന്ന ഒരു സമയത്ത് നിന്ന് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് എന്നെ സപ്പോർട്ട് ചെയ്ത ആളുകളും എൻ്റെ കുടുംബവും ദൈവവും അതേപോലെ തന്നെ ജീവിക്കാനുള്ള എൻ്റെ ആഗ്രഹം മാത്രമാണ്. അൾട്ടിമേറ്റ്ലി ഞാൻ നന്ദി പറയുന്നത് കൂടെപ്പിറപ്പുകൾ എന്ന പേരിൽ എൻ്റെ കൂടെ നടന്ന് എന്നെ കൊല്ലാക്കൊല ചെയ്ത് എൻ്റെ ആ കൂട്ടുകാരോട് മാത്രമാട്ടോ.